നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണല്ലോ കണ്ണ്. കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ആയുർവേദത്തിൽ എന്തൊക്കെ വഴികളാണുള്ളത്? നമ്മുടെ സെൻസ് ഓർഗൻസിൽ വെച്ച് നോക്കുമ്പോൾ 5 സെൻസ് ഓർഗൻസ് ആണ് നമുക്കുള്ളത്. അതിൽ 80% നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നത് കണ്ണിലൂടെയാണ്. അത് തന്നെയാണ് കണ്ണിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമുക്കറിയാം, കണ്ണ് നഷ്ടപ്പെട്ട ഒരാളുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. സ്മെല്ലും ഹിയറിങ്ങും ഹിയറിങ് എബിലിറ്റിയും ടേസ്റ്റ് പെർസെപ്ഷനും എല്ലാം ഉണ്ടെങ്കിൽ പോലും കണ്ണില്ലെങ്കിൽ പലരുടെയും ജോലിയുടെ തന്നെ ഒരു ഭാഗമാണ് കണ്ണ് എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ സംബന്ധിച്ച് അവരുടെ ജോലി അതാണ്, കണ്ണില്ലാതെ പറ്റില്ല. അപ്പോൾ കണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഒരു ഫേമസ് കൊട്ടേഷൻ തന്നെയുണ്ട്, സർവ്വ ഇന്ദ്രിയാണം നയനം പ്രധാനം. എല്ലാ ഇന്ദ്രിയങ്ങളിലും വെച്ച് കണ്ണ് തന്നെയാണ് ഏറ്റവും വലുത്. ഇപ്പോൾ മറ്റത് നമ്മൾ പറയുമല്ലോ, മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന മറ്റ് അസുഖങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആവാം, ഡയബറ്റീസ് ആവാം, അല്ലെങ്കിൽ തൈറോയിഡ് ആവാം, ഇങ്ങനെയുള്ള ബാക്കി അസുഖങ്ങളെല്ലാം നമുക്ക് കണ്ണിൽ നോക്കിയാൽ ഒരു പരിധി വരെ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ണിൽ ഇതിനൊക്കെ റിഫ്ലക്ഷൻ കണ്ണിലേക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡയബറ്റീസ് ഒരു കൺട്രോളിലല്ലാതെ ഒരാൾക്ക് ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡയബറ്റിക് റെറ്റിനോപ്പതി ആയിട്ട് കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി, തൈറോയിഡ് കൺട്രോൾ അല്ലാതെ കുറേ കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ തൈറോയിഡ് ഐ ഡിസീസ്, അതായത് ഇപ്പോൾ കണ്ണ് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരുന്നൊക്കെ ഒരു കണ്ടീഷൻ, പ്രോപ്റ്റോസിസ് അങ്ങനെയാണ് അതിനെ പറയുക. അങ്ങനത്തെ കണ്ടീഷൻസ് ആയിട്ട് അത് കണ്ണിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ബോഡിയിൽ ഉണ്ടാവുന്ന മറ്റ് അസുഖങ്ങൾക്കൊക്കെ കണ്ണിലൊരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതും കണ്ണിൻ്റെ ഒരു സവിശേഷത തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ നേത്രങ്ങൾ നമ്മൾ പരമാവധി സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ടത് അത് തന്നെയാണ് അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. ആയുർവേദത്തിൻ്റെയും മോട്ടോ എന്ന് പറയുന്നത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യ സംരക്ഷണം ആതുരസ്യ വികാര പ്രശമനം എന്നാണ് പറയുന്നത്. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഇരിക്കുന്ന ഒരാൾക്ക് അയാളുടെ വെൽനെസ് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. ഇനി എന്തെങ്കിലും അസുഖമുള്ള ആളാണെങ്കിൽ ആ ഡിസീസിനെ ട്രീറ്റ് ചെയ്യുക. അതാണ് ആയുർവേദത്തിൻ്റെയും മോട്ടോ. അപ്പോൾ കണ്ണുകളെ സംരക്ഷിക്കാൻ ആയുർവേദ ടെക്സ്റ്റിൽ നമുക്ക് ധാരാളം ടിപ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എണ്ണ തേച്ച് കുളിക്കുക. അത് തലയിലും കാൽപാദങ്ങളിലും എണ്ണ തേക്കണം. പിന്നെ കണ്ണുകളുടെ എണ്ണ യൂസ് ചെയ്യണം, അങ്ങനെ അത് ഓരോരുത്തരുടെയും കണ്ടീഷൻസ് അനുസരിച്ചാണ്. അത് ഡോക്ടർ നോക്കി മറ്റു അസുഖങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കി അത് വെച്ചിട്ടാണ് എണ്ണ പറയുന്നത്. അപ്പോൾ ജനറലായിട്ട് നമ്മൾ സാധാരണ ഒരാളോട് തേക്കാൻ പറയുകയാണെങ്കിൽ, എണ്ണ എന്ന് പറയുന്നത് ശരിക്കും തിലതൈലം, അതായത് എള്ളെണ്ണ, അതാണ് നമ്മൾ നോർമലി പറയുന്നത്. പിന്നെ എപ്പോഴും എണ്ണ തേക്കുമ്പോഴുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ കുട്ടിക്കാലം മുതൽ ശീലിച്ച് വന്ന എണ്ണയായിരിക്കും എപ്പോഴും എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. ഇപ്പോൾ കേരളീയരെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് എപ്പോഴും, നമ്മൾ അതുമായിട്ടാണ് നമ്മുടെ ബോഡി അഡാപ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും നമുക്ക് കൂടുതൽ അനുയോജ്യമാവ് വെളിച്ചെണ്ണയായിരിക്കും. ഇപ്പോൾ തലയിൽ എണ്ണ തേക്കണവരാണെങ്കിൽ പെട്ടെന്ന് വേറൊരു എണ്ണയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശീലിച്ചു പോകുന്ന എണ്ണ, നമ്മൾ എന്നല്ല, നമ്മുടെ പൂർവികരായിട്ടേ വെളിച്ചെണ്ണയാണ് നമുക്ക് കൂടുതൽ സ്യൂട്ടാവുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഫോമിലുള്ളത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എള്ളെണ്ണയും നല്ലതാണ്. നല്ല എള്ളെണ്ണ കിട്ടുകയാണെങ്കിൽ അത് തേക്കുന്നത് നല്ലതാണ്. പിന്നെ അതല്ലാതെ ഇതൊക്കെ കോമൺ, അതല്ലാതെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ഉണ്ട്. ഇപ്പോൾ എള്ളെണ്ണ ബേസ് ആയിട്ടുള്ള ഓയിൽസും ഉണ്ട്, വെളിച്ചെണ്ണ ബേസ്ഡ് ആയിട്ടുള്ള മെഡിക്കേറ്റഡ് ഓയിൽസും ഉണ്ട്. അത് ഡോക്ടർ നോക്കിയിട്ട് കണ്ടീഷൻസൊക്കെ വച്ചിട്ട് പറയുന്നത് ഏതാണോ ആ എണ്ണ തേച്ച് കുളിക്കാം. പിന്നെ ഫുഡ് ഐറ്റംസ് ചിലത് പറയുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഉണക്കമുന്തിരി, പിന്നെ മാതള നാരങ്ങ, ഇലക്കറികളിൽ തന്നെ തഴുതാമ, പൊന്നാങ്കണ്ണിച്ചീര തുടങ്ങിയ ഇലകൾ, ഇതൊക്കെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ നെയ്യ്, അത് കണ്ണിന് പ്രത്യേകം എടുത്ത് പറയുന്ന ഫുഡ് ഐറ്റംസിലുള്ള ഒരു സാധനമാണ്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണുകളുടെ ആരോഗ്യം കൂടുതൽ സംരക്ഷിച്ച് പോരാം. വേറെ ഒരു അസുഖം ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും.